ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബർ 26-ന്. ഉമ്മണിക്ക് എൻ്റെ നാട്ടിലും ഉമ്മണീൻ്റെ അച്ഛൻ്റെ നാട്ടിലും ഒരുപാട് കുഞ്ഞു കൂട്ടുകാരുണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ ഉമ്മണീൻ്റെ ബർത്ത്ഡേ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് ഉമ്മണീൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ഫസ്റ്റ് ബർത്ത്ഡേ മാത്രമാണ് നമ്മൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അത് പക്ഷെ ഉമ്മണിക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. ഈ ബർത്ത്ഡേ ഉമ്മണി ഒരിക്കലും മറക്കൂല. ഉമ്മണിക്ക് അത്രക്കും മെമ്മറീസ് ഉള്ള ഒരു ബർത്ത്ഡേ ആണിത്. നമ്മൾ പലൂതന്നായിരുന്നു 2 കേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പഴയങ്ങാടി പലൂതയുണ്ട്. അപ്പോൾ ഉമ്മണീൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാരുടെയും കൂടെ കേക്ക് കട്ട് ചെയ്യുവാണ്. ആ കിറ്റ്കാറ്റിന്റെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു. അപ്പോൾ അതിനപ്പുറത്തുള്ള വാഞ്ചോ ആണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഉമ്മണീൻ്റെ ലച്ചു ആണ്. ഉമ്മണി എപ്പോഴും കൂടെ കളിക്കുന്നതാ. നമ്മളുടെ റിലേറ്റീവ്, അടുത്ത റിലേറ്റീവാണ്. ഉമ്മണീൻ്റെ അനിയത്തി കുട്ടിയാണ്. എല്ലാവരും അതെ ഉമ്മണിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരാണ്. നമ്മളെ നെയ്ബേഴ്സ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്, നമ്മളുടെ റിലേറ്റീവ്സും ഉണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടികളും ഉണ്ട്. അങ്ങനെ ഉമ്മണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണിത്. നമ്മൾ പിന്നെ വീട്ടിൽ ഫുഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഗീ റൈസും ചിക്കനാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ അൻഡാൻറ്റിയാണ്, നമ്മുടെ റിലേറ്റീവാണ്, നമ്മളെ നെയ്ബറും കൂടിയാണ്. അൻഡാൻറ്റി ഇപ്പം കുറച്ച് നാളെ മുന്നേ മലക്ക് പോകാനായിട്ട് ദുബായിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഉമ്മണിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കൊടുത്താലും ഉമ്മണി കേക്ക് തിന്നും. അതെൻ്റെ അമ്മ ഒരുപാട് കേക്ക് കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഉണ്ട്. ഞാനിങ്ങനെ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വീഡിയോ എടുത്ത് വെച്ചതൊക്കെ നോക്കിയിട്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ സ്വന്തം മഞ്ജുളേച്ചി, നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ്. അങ്ങനെ നെയ്ബർ എന്ന് പറയാൻ പറ്റൂല, എൻ്റെ സ്വന്തം ചേച്ചീനെ പോലെയാണ്. നമുക്ക് എന്താ പറയാ, ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചേച്ചിയാണ് മഞ്ജുളേച്ചി. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. അവളും ഹസ്ബൻഡും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. ഉമ്മണിക്ക് ഈ ബർത്ത്ഡേക്ക് പിന്നെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടി, ഒരുപാട് ഡ്രസ്സ് കിട്ടി. ഉമ്മണിക്ക് ഇനി അടുത്ത കാലത്തൊന്നും ഡ്രസ്സ് എടുക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്താ പറയാ, ഗിഫ്റ്റിനെക്കാട്ടി ഉപരി നമ്മൾ വില കൽപ്പിക്കുന്നത്, വാല്യൂ ചെയ്യുന്നത് അവരുടെ പ്രസൻസ് അല്ലേ. ഒത്തിരി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും വന്നു. പിന്നെ ഈ കുഞ്ഞുമക്കൾക്കൊക്കെ കേക്ക് കൊടുത്തു, ഫുഡ് കൊടുത്തു. അങ്ങനെ ഭയങ്കര അടിപൊളി ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഉണ്ടായത്. അത് വിജിലേച്ചിയും നമ്മളുടെ ഒരു ചേച്ചിയാണ്. ഉമ്മണിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായി. അത് ഡ്രസ്സായിരുന്നു. എല്ലാവരും കൊടുക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഫോട്ടോ ഫ്രെയിമും ഉമ്മണിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, എൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ടായതാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഒത്തിരി നന്ദി, ഇത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഉമ്മണിക്ക് സമ്മാനിച്ചതിന്.